എൻ്റെ പേര് റോബിൻ. ദുബായിൽ വർക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് ജനറേഷന് വേണ്ടിയിട്ട് ഒരു പുതിയൊരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കോയിൻസ് ആൻഡ് കറൻസി കളക്ഷൻസ്. ഇന്ന് ഈ ഭൂഖണ്ഡത്തിൽ 194 രാജ്യങ്ങൾ ഇന്ന് നിലവിലുണ്ട്. അത് ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ ഒരുപക്ഷെ 194, 195 ആവാം, 96 ആവാം, അങ്ങനെ കൂടി വരാം. അതുപോലെ തന്നെ ഈ രാജ്യങ്ങളിലെല്ലാം ഉപയോഗിക്കുന്ന കറൻസികളും നാണയങ്ങളും 246 അധികം വരും. അതിൽ ഒരു 172 രാജ്യങ്ങൾ കറൻസികൾ കൂടുതലുള്ള കളക്ഷനുകളാണ് നിങ്ങൾ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇതിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് വളരെ കഠിന പ്രയത്നവും പരിശ്രമവും സമയവും. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് പുതിയ ടെക്നോളജിയും പുതിയ ലോകവും ഒക്കെയാണല്ലോ 2012. ഇതിനെ ഏത് തരത്തിലും വേണമെങ്കിലും നമുക്ക് നിർവചിക്കാൻ സാധിക്കും. ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള നിലയിലും, ഇതൊരു ക്ലബ്ബ് എന്ന നിലയിലും, ഒരു കറൻസി ക്ലബ്ബ് എന്ന നിലയിലും, ഇനി ഫ്യൂച്ചറിൽ ഇനിയിപ്പോൾ നമ്മളെല്ലാം ഈ കാലമെല്ലാം കഴിഞ്ഞ് നമ്മുടെ പുതിയ ജനറേഷന് ഇതൊരു സംഭവമാണെന്നുള്ള നിലയിലും ഒക്കെ നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ഈ പരിശ്രമത്തിൽ എന്നോട് സഹായിച്ച ഒത്തിരി ആളുകളുണ്ട്. അത് എൻ്റെയുള്ള ഒരു 11 വർഷത്തിലുള്ള എൻ്റെ പ്രവാസി ജീവിതത്തിൽ മസ്കറ്റ് മുതൽ ദുബായ് വരെയുള്ള ഈ പ്രവാസ കാലഘട്ടത്തിൽ ഒത്തിരി സഹായിച്ച സംഘടനകളുണ്ട്, കൂട്ടുകാരുണ്ട്, ഫ്രണ്ട്സുകളുണ്ട്. ഇവരൊക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് നമുക്ക് കാണിക്കാൻ പോകുന്നത് കൊറിയ എന്ന രാജ്യത്തിൻ്റെ കറൻസിയാണ്. കൊറിയ തന്നെ നോർത്ത് കൊറിയ ഉണ്ട്, സൗത്ത് കൊറിയ ഉണ്ട്, അതുപോലെ തന്നെ ഇറാഖ്, ഉഗാണ്ട, സ്കോട്ട്ലാൻഡ്, മോസ്കോ, അതായത് റഷ്യ എന്ന് പറയുന്ന റഷ്യ ഉണ്ട്. പിന്നെ സുൽത്താനേറ്റ് ഒമാനുണ്ട്, സീഷെൽസ് ഉണ്ട്, മലേഷ്യ ഉണ്ട്. ഒരു മെയിൻ ഹീറോ ആയിരുന്ന സദാം ഹുസൈൻ്റെ രാജ്യത്തെ കറൻസിയാണ് നിങ്ങൾ കാണുന്നത്, ഇറാഖ്. ഈ കറൻസികളെല്ലാം നമ്മൾ കളക്ട് ചെയ്യുന്നത് വളരെ എളുപ്പമുള്ളൊരു സംഭവമല്ല. കാരണം ഇതിനുവേണ്ടി നമ്മൾ ഇപ്പോൾ ദുബായിൽ വെച്ച് പറയുകയാണ് ചെയ്യുന്നത്, നമ്മൾ ഗ്ലോബൽ വില്ലേജ്, അതായത് 40-ലധികം പവലിയനുള്ള ഗ്ലോബൽ വില്ലേജ് ഉള്ള ഒരു ഇതുണ്ട് ഫെസ്റ്റിവൽ സമയങ്ങളിൽ. ആ ഗ്ലോബൽ വില്ലേജ് സന്ദർശിക്കുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും അതിൽ നിന്ന് പല ആൾക്കാരായിട്ട് നമ്മൾ സംസാരിച്ചതിൻ്റെ ഫലമായിട്ട് അവർ ചിലപ്പോൾ കോംപ്ലിമെൻ്റ് ആയിട്ട് നമുക്ക് തരാനും ഒക്കെ സാധിക്കും. ഇനി സ്റ്റുഡൻസിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇനി വരും കാലങ്ങളിലെ സ്റ്റുഡൻസുകൾക്ക് ഇതൊരു അനുഗ്രഹമായിട്ട് നമുക്ക് സമർപ്പിക്കാൻ സാധിക്കും. കാരണം ഈ ഒരു ഇന്ത്യ എന്ന രാജ്യത്ത് നിന്ന് വരുന്ന എനിക്ക് ഇത്രയധികം കറൻസികൾ ഒരു പക്ഷേ നമ്മൾ സ്കൂൾ കാലയളവിൽ ഇത് ദർശിക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. ഇതിങ്ങനെ നമ്മളിതിന് ഫ്യൂച്ചറിൽ ഒരു എക്സിബിഷനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വലിയ ക്ലബ്ബ് മുഖേന കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് ഇത്രയും രാജ്യങ്ങളിലെ കറൻസികൾ ഒരുമിച്ച് കാണുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു സംരംഭത്തിലേക്ക് കൂടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഒരു യൂട്യൂബ് വഴിയോ വെബ്സൈറ്റ് വഴിയോ ഇത് പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ചില കറൻസികളോ കോയിനുകളോ നമ്മൾക്ക് കണ്ടിട്ടുണ്ടെങ്കിലും അവ നമ്മളിലേക്ക് കയ്യിൽ കിട്ടുക എളുപ്പമുള്ള കാര്യമല്ല. പിന്നെ ചില കോയിനുകൾ ഇപ്പോൾ ഇന്ത്യ നമ്മൾ പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ 1 അണ, 2 അണ, 3 അണ എന്നൊക്കെ പറയുന്ന കോയിനുകളെല്ലാം ഇപ്പോൾ മെഡലുകളായിട്ടുള്ള രൂപത്തിലാണ് ആൾക്കാർ യൂസ് ചെയ്ത് തരുന്ന കോയിനുകൾ വരെ നമ്മുടെ കയ്യിലുണ്ട്. അത് നമ്മൾ ഇപ്പോൾ ഇന്ത്യ എന്ന രാജ്യത്ത് പോയിട്ട് നമുക്ക് കളക്ട് ചെയ്യുന്നതിന് ഉപരിയായിട്ട് നമ്മൾ ഈ പവലിയനുകൾ സന്ദർശിക്കുമ്പോൾ ഇത്തരം കോയിനുകൾ നമുക്ക് ദർശിക്കാൻ സാധിക്കും പല രൂപത്തിൽ. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ 1 രൂപ, 5 രൂപ, 10 രൂപ എന്നുള്ള കറൻസികളൊന്നും എല്ലാം നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്നതാണ് നമ്മുടെ ചെറുപ്പകാലഘട്ടത്തിൽ. പക്ഷേ ഇപ്പോൾ അത് നമുക്ക് കളക്ട് ചെയ്യുക എന്നത് ഒരു
ഹോബി ആയിട്ട് എടുക്കാൻ സാധിക്കും. ഇത്രയും കറൻസികൾ